എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിന്റെ കൂട്ടത്തിൽ വേറൊരു 2 lakhs-ന്റെ മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത്. 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിൻ ആണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത്. 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ, ഇത് വെറും ഫ്രീയായിട്ട്, ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്ക് ഒന്നാ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാനത് എന്റെ ഒരു അപേക്ഷയാണ്. ഇതിപ്പോ ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു ദ്രോഹം ചെയ്തില്ല. നിങ്ങൾ ആരും എനിക്ക് ഒരു ഉപകാരവും ചെയ്യണ്ട, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എന്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എന്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത്ര രൂപയായുള്ളൂ പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. രേണുവിന്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പൊ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ ആണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പൊ അതില് നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷൻ ആണ് ഫെസ്കോ 600 mg. എന്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള വിവാദമൊന്നും കേൾക്കരുതെന്നും അത് എന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടുകാർ എനിക്കിപ്പോൾ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എൻ്റെ ചേച്ചി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കുറച്ച് പേരെ ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കാതിരിക്കുക. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ കീമോ കഴിഞ്ഞിട്ട് നല്ല ക്ഷീണത്തിൽ കിടക്കുവാണ്. നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയായിരുന്നു. സോ അപ്പൊ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ചേച്ചി സംസാരിക്കുന്നതായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നോ ഇതിൽ സംസാരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. പക്ഷേ 2-3 ദിവസമായിട്ട് ചില വ്ളോഗേഴ്സ് രേണുവിന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസിനെ കുറിച്ച് സമൂഹത്തിൽ തെറ്റായ കുറെ ധാരണകൾ അവർക്ക് സമൂഹ മാധ്യമത്തിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അതിന് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ രേണുവിന് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റോ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എങ്ങനെയാകുന്നു? കീമോയ്ക്ക് അത്രയും മെഡിസിന് അത്ര വിലയാകുന്നില്ല. പിന്നെ കുറെ ക്യാൻസർ വന്ന ക്യാൻസർ പേഷ്യൻസിന്റെ വോയിസും എടുത്തിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ അവർ സംസാരിക്കുന്നുണ്ട് അവർക്ക് ഈ മെഡിസിൻ 5000 രൂപയ്ക്ക് കിട്ടിയെന്നും, പിന്നെ ഞാനും ക്യാൻസർ പേഷ്യൻ്റ് ആണ്, എനിക്ക് അത്രയും മെഡിസിന് വിലയായിട്ടില്ല. രേണുവിന് പിന്നെ എന്താ രേണു ഇത് രോഗം വരെ കള്ളത്തരമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ മെഡിസിന്റെ കാര്യത്തെക്കുറിച്ചും തെറ്റായി ഇവര് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവർക്ക് പോലും തെറ്റായ ഒരു സന്ദേശമാണ് ഇവർ ഇതിൽ കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ സത്യാവസ്ഥ എന്താന്ന് നമ്മളിപ്പോ ഈ ബ്ലോഗേഴ്സിനെ ബോധിപ്പിക്കാൻ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഞാൻ പറഞ്ഞല്ലോ, അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവളുടെ രോഗം എത്രയും വേഗം ഭേദമാകാൻ വഴിപാട് കഴിക്കുന്ന ഒരുപാട് ആൾക്കാര്, നേർച്ച നേരുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി മാത്രമാണ്, അവർക്കൊന്നും ഇതൊന്നും സത്യാവസ്ഥ ബോധ്യമാകണം, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. രേണുവിന്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പൊ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ ആണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പൊ അതില് നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷൻ ആണ് ഫെസ്കോ 600 mg. ഈ ഒരു ഇഞ്ചക്ഷൻ ആണ്. കാരണം ഇത് ഓരോ കീമോ ചെയ്യുമ്പോഴും കീമോയ്ക്ക് മുൻപായിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്.
പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇന്നും അവര് പറയുന്ന കേട്ടു ഈ ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുമെന്ന്. എവിടാണ് ഈ 5000 രൂപയ്ക്ക് ഇഞ്ചക്ഷൻ കിട്ടുമെന്ന് അതൊന്ന് അറിയിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. ഈ ഒരു ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. പിന്നെ അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എന്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എന്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റ് പല ടൈപ്പാണ്. ഇപ്പൊ HER2 പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആന്റിബോഡി ടാർഗറ്റ് തെറാപ്പി ഇവക്ക് കൊടുക്കേണ്ട വരുന്നത്. ഈ HER2 പോസിറ്റീവ് അല്ലാതെ HER2 നെഗറ്റീവ് ആയ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഈ കീമോയുടെ മാത്രം ആവശ്യമുള്ളൂ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മെഡിസിൻ ഇതാണ്. നിങ്ങൾ പറയുന്നുണ്ട് കീമോ, ഇതാണ് രേണുവിന് എടുക്കുന്ന കീമോ മെഡിസിൻ. ഇതിന്റെ വില അതേണ്ട, നിങ്ങൾ കണ്ടോ? ഇതാണ് കീമോ എടുക്കുന്ന മെഡിസിൻ. അതല്ല, ആ മെഡിസിൻ അല്ല. നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ രേണു കള്ളത്തരം പറഞ്ഞുണ്ടാകുന്ന അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അല്ല ഇത് ടാർഗറ്റഡ് തെറാപ്പി, അതിനുള്ള ആന്റിബോഡി ഇഞ്ചക്ഷൻ ആണിത്. ഇതിന്റെ വിലയുടെ കാര്യമാണ് രേണു പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ക്യാൻസർ വരുന്നത് ക്യാൻസർ പേഷ്യൻസ് തന്നെയാണോ അതിൽ വോയിസ് അയച്ചേക്കുന്നതും എനിക്കറിയില്ല. ഈ ഇഞ്ചക്ഷന്റെ കാര്യം നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ കിട്ടിയ മെഡിസിനോ അതാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ നിങ്ങൾ പറഞ്ഞ മെഡിസിൻ ആണോ ഇതെന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനകത്ത് കുറെ ക്യാൻസർ പേഷ്യൻസ് ആരൊക്കെയോ അവരുടെ വോയിസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. അതിനകത്ത് ആ വോയിസ് പറയുന്ന ഒരു ആളുണ്ടല്ലോ, ആ ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് ചേച്ചി പറയുന്നുണ്ടല്ലോ, എനിക്ക് അത്രേ ആയുള്ളൂ, എനിക്കും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ചേച്ചിയുടെ ആ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സും അതിന്റെ രേഖകളെല്ലാം ചേച്ചിയുടെ കയ്യിലുണ്ടല്ലോ. ചേച്ചിക്ക് അത് അറിയാമായിരിക്കുമല്ലോ. ചേച്ചി അത് വായിച്ചു നോക്കില്ലേ? ചേച്ചിയുടെ വീട്ടിലുള്ളവർക്ക് അത് അറിയാം. ചേച്ചി ഒന്ന് നോക്ക്, അതിൽ ചേച്ചിയുടെ ക്യാൻസർ ഏത് ടൈപ്പാണ്, ഏത് സ്റ്റേജ് ആണ്, അതിൽ HER2 പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ? ഇതൊക്കെ രേണുവിന് ഇത്രയും സംഭവങ്ങൾ, ഇതാണ് രേണുവിന്റെ ക്യാൻസറിന്റെ ടൈപ്പ്. ആ ടൈപ്പ് തന്നെയാണോ ചേച്ചിക്ക് ഉണ്ടായെന്ന് ചേച്ചി ഒന്ന് നോക്കുക. എന്നിട്ട് വേണം ചേച്ചി പറയാൻ ചേച്ചിക്ക് ആയ മെഡിസിന്റെ വില തന്നെയാണോ രേണുവിനും ആകുന്നത്, ചേച്ചിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണോ രേണുവിനും കൊടുക്കുന്നതെന്ന്. രേണു ഹോസ്പിറ്റലായിരുന്നു എന്ന് കള്ളത്തരം പറയുന്നു, അവള് ഹോസ്പിറ്റലല്ലായിരുന്നു, അത് കെട്ടിച്ചമച്ച കഥയാണ് എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അവരോട് പറയാനുള്ള, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു ക്യാൻസർ വന്ന് അതിലെ സ്റ്റേജ് ഇവളുടെ ആ ഒരു സ്റ്റേജ് ആയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവർ ഇത് പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഓരോ കീമോ ചെയ്ത് കഴിയുമ്പോഴും അവരുടെ കൗണ്ട് കുറയുന്നു, പിന്നെ വോമിറ്റിങ്, ലൂസ് മോഷൻ, അങ്ങനെയുള്ള ഓരോ അതിന്റെ സൈഡ് എഫക്ട്സുകൾ വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ICUലാകും. പിന്നെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവർ ആയി വന്നു കഴിയുമ്പം അടുത്ത കീമോയുടെ ടൈം ആകും. ആ കീമോ കഴിയുമ്പോൾ പിന്നെയും ഇങ്ങനെ ഈ കീമോ തീരുന്നോടം വരെ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് അറിയാവുന്നവർക്കും അത് അനുഭവിച്ചവർക്കും ആ ഒരു വേദന മനസ്സിലാകും. അല്ലാതെ ഹോസ്പിറ്റലിലാണെന്നോ അപ്പോൾ എന്നും അവളങ്ങനെ കിടക്കണമെന്നോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്ന്. കാരണം കീമോ കഴിഞ്ഞ് അതിന്റെ ആ ഒരു എഫക്റ്റ്, അതിന്റെ ബുദ്ധിമുട്ടുകൾ, അതിന്റെ ശാരീരികമായ അസ്വസ്ഥതകൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവളൊന്ന് എഴുന്നേക്കണ്ടേ? അവൾ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അവൾക്കൊരു കുഞ്ഞുണ്ട്, അത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അവൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം അവൾ തിരിച്ചു വരണമെന്ന്. 100 പേര് രേണുവിനെ കുറ്റപ്പെടുത്തുമ്പോഴും അവളുടെ കുടുംബവും അവളുടെ കുഞ്ഞും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവൾ പഴയതുപോലെ തിരിച്ചു വരും. അതിനുവേണ്ടി ഞങ്ങൾ ഓരോ കാര്യത്തിനും ഓടുന്നു. പുതിയ ടെസ്റ്റുകൾ, കാര്യങ്ങൾ, ഹോസ്പിറ്റല്, പുതിയ ട്രീറ്റ്മെന്റ്, മെഡിസിൻ, ഇതെല്ലാമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു പ്രാർത്ഥനയോട് കൂടി. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് നിങ്ങളിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയെങ്കിലും നിങ്ങൾ ഈ സത്യാവസ്ഥയൊന്ന് മനസ്സിലാക്കുക. ഈ മെഡിസിന്റെ കാര്യം ഒന്നും
ഒന്നും ഒരു കള്ളത്തരമുള്ള കാര്യമല്ല. ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ നിങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്യാൻ? എന്തിനാണ് അവളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിങ്ങൾക്ക് അവൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ അവളെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇനിയെങ്കിലും അവളെ കുറ്റപ്പെടുത്തുന്നവർ ഈ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് ക്യാൻസർ വന്നു, എനിക്ക് ഇത്ര രൂപയായുള്ളൂ, പിന്നെ ഇവൾക്ക് എങ്ങനെയാണ് 2 ലക്ഷം രൂപയാകുന്നത്? പിന്നെ ഇന്ന് കിടക്കുന്നതുണ്ട് എനിക്ക് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആളെ വിളിച്ച് പറയുന്നെന്ന്. എനിക്ക് ഭയങ്കര പെയിനാണ്, ക്യാൻസറിന്റെ സഹിക്കാൻ പറ്റുന്നില്ല, രേണുവിന് കൊടുത്ത ഇഞ്ചക്ഷൻ ഞങ്ങൾക്ക് കൂടി തരാൻ. ഇത് പെയിൻ കില്ലർ അല്ല. നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്തോളൂ. പക്ഷെ മെഡിസിന്റെ കാര്യം അതേക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടായിരിക്കണമെന്ന് മാത്രം. പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് പേര് വന്ന് കമന്റ്സ്, അത് ഇന്ന് ഞാൻ കണ്ടായിരുന്നു, ആ കമന്റ്സിനകത്ത് കിടക്കുന്നു അവളുടെ തന്തയും തള്ളയും എല്ലാരും കൂടെ ഇറങ്ങി തെണ്ടാൻ പറയാൻ. ഈ പറയുന്ന ഓരോ വ്യക്തികളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു സ്റ്റേജിലുള്ള ക്യാൻസർ, ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ HER2 പോസിറ്റീവായ ടൈപ്പിലുള്ള ഒരു ക്യാൻസർ നിങ്ങളുടെ ആരുടെയും വീടുകൾ വരാതിരിക്കട്ടെ. അത് വന്നു കഴിഞ്ഞാൽ ഓരോ കീമോ ചെയ്യുമ്പോഴും ഈ ഒരു ഇഞ്ചക്ഷനും കൂടെ അതിന്റെ കൂടെ എടുക്കേണ്ടതാണ്. അത്യാവശ്യമായിട്ടും അത് എടുക്കേണ്ടതാണ്. അപ്പൊ അതിനോരോന്നിനും ഈ 2 ലക്ഷത്തി സംതിങ് വിലയാകും. ചിലപ്പോൾ 6 കീമോ കഴിഞ്ഞ് സർജറിയും കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇത് നെഗറ്റീവ് ആയില്ലെന്നുണ്ടെങ്കിൽ ഇത് തുടർച്ചയായി ഒരു 17 എണ്ണോ എത്ര കീമോ പറഞ്ഞാൽ അതിനനുസരിച്ച് ഇത്രയും വിലയുടെ മെഡിസിൻ ആവശ്യമായിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്കറിയില്ല. ഈ മെഡിസിന്റെ കാര്യത്തിൽ ഇതാണ് സത്യാവസ്ഥ. ഇനി ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അവളെ സ്നേഹിക്കുന്നവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അവര് ഈ സത്യം ഒന്ന് മനസ്സിലാക്കണം. ആരുടെയും മുമ്പിൽ അവൾ തെണ്ടാൻ വന്നിട്ടില്ല നിങ്ങൾ പറയുന്ന പോലെ. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ, ഇത് വെറും ഫ്രീയായിട്ട്, ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്കൊന്നാ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എന്റെ അനിയത്തിക്ക് വേണ്ടി അത് എന്റെ ഒരു അപേക്ഷയാണ്. എന്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള വിവാദമൊന്നും കേൾക്കരുതെന്ന്. അത് എൻ്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടുകാർ എനിക്കിപ്പോൾ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എൻ്റെ ചേച്ചി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കുറച്ച് പേരുടെ ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കാതിരിക്കുക. എൻ്റെ കുഞ്ഞിനെ ഓർത്ത്, എൻ്റെ വീട്ടുകാരെ ഓർത്ത്, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് എൻ്റെ കൂടെ. അവരെ ഓർത്ത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കാതിരിക്കുക. എനിക്ക് നല്ല തലയ്ക്കകത്ത് തന്നെ ഉണ്ട്. എനിക്ക് ഉറങ്ങി മതിയാവുന്നില്ല. ഇങ്ങനെ എഴുന്നേക്കാൻ പോലും വയ്യാതെ കിടക്കുവാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇവൾക്ക് ഈ ഓർമ്മ പോയി പിന്നെ 2 ദിവസം ഒന്ന് ചാടിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും അല്ല ഇത്. കീമോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുറച്ച് ദിവസത്തിന് ഞാൻ തിരിച്ചു വരണമെന്നുള്ള എൻ്റെ കൊച്ചിൻ്റെ പ്രാർത്ഥന, എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥനയും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഇതിപ്പം ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു വ്ളോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു ദ്രോഹം ചെയ്തില്ല. നിങ്ങളാരും എനിക്ക് ഒരു ഉപകാരവും ചെയ്യണ്ട. നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. പിന്നെ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുകളുണ്ട്. അവർ എനിക്കൊന്ന് ഈ വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എനിക്ക് എന്തായാലും മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പൊക്കോളാം. അപ്പം എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണുന്നതോടെ വരെ ബൈ. എനിക്ക് ആകെയുള്ള വരുമാന മാർഗം എൻ്റെ യൂട്യൂബ് ചാനൽ മാത്രമാണ്. എനിക്ക് കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിൻ്റെ കൂട്ടത്തിൽ വേറൊരു 2 lakhs-ന്റെ മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എനിക്കത് എങ്ങനെയാണ് എന്ന് എനിക്കിപ്പോഴും ഒരു ഇതില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാറ്. പ്ലീസ് നിങ്ങൾ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷിച്ച് തിരിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ അമ്മയായിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ ആ സ്നേഹവും പിന്നെ ലോകത്തിലുള്ള ഒരുപാട് നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നത്. ആ കീമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്ത് അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഒരാഴ്ചത്തേന് ഞാൻ ഡൗൺ ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുമെന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. എനിക്ക് സർജറി പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ പോലും എനിക്ക് ഒരു കീമോക്ക് 50,000 രൂപയാണ് പറഞ്ഞത്. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങിയത്. പിന്നെ 5 ലക്ഷം 10 ലക്ഷമൊന്നും കീമോക്ക് ആവത്തില്ല. ഞാൻ വേണമെങ്കിൽ എന്റെ കീമോ മരുന്നിന്റെ ബില്ല് ഞാൻ ബ്രോക്ക് തരാം. ബ്രോ പറഞ്ഞാൽ കീമോ ചെയ്യാൻ വേണ്ടി മേടിച്ച മെഡിസിന്റെ ബില്ലുകൾ ഞാൻ ഇട്ട് തരാം.
അത്രയും രൂപയൊന്നും ആവത്തില്ല മെഡിക്കൽ കോളേജിൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൈസ ആവത്തില്ല കീമോക്ക്, ഇത്രയും പൈസ ആവത്തില്ല. ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ എനിക്കായതിന്റെ അത്ര പോലും ആവത്തില്ല ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ. പോരാത്തതിന് എനിക്ക് ചികിത്സാ കാർഡ് ഒന്നും ഇല്ലായിരുന്നു, ഇൻഷുറൻസ് കാർഡ് ഒന്നും എനിക്ക് ഇല്ലായിരുന്നു. പിന്നെ രേണുവിനാണെങ്കിൽ യെല്ലോ റേഷൻ കാർഡ് യെല്ലോ ആണെന്ന് പറയുന്നത്. അവർക്കൊക്കെ എല്ലാം ഫ്രീ ആണ് അവിടെ. എന്നിട്ട് ഞാൻ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. കാരണം എനിക്ക് ടെൻഷനാണ്. ഞാൻ ഒരു നിവൃത്തിയില്ലാത്ത കുടുംബമാണ്, ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്കും. ഞങ്ങൾ വാടക വീട്ടിലാണ് 9 വർഷം കൊണ്ട് താമസിക്കുന്നത്. 2 പെൺകുട്ടികളാണ്. ഹസ്ബൻഡിനാണെങ്കിൽ മീൻ കച്ചവടമാണ്. അത് മിക്കുള്ള ദിവസവും നഷ്ടത്തിലുമായിരിക്കും. എനിക്കും കൂടി വയ്യാതായതിനു ശേഷം ഹസ്ബൻഡിന് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. കീമോ ചെയ്ത് എന്റെ കൈ കാല് ഒക്കെ പഴുത്തു. അതായത് കീമോയുടെ മരുന്ന് ലീക്കായി അതൊക്കെ പഴുത്തു. അതൊന്നും നടക്കാനൊന്നും പറ്റാതെ ഹസ്ബൻഡിന് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. പിന്നെ റേഡിയേഷന് ഒരു റേഡിയേഷന് മെഡിക്കൽ കോളേജിൽ 5000 രൂപയാണ് പറഞ്ഞത്. ഒരു റേഡിയേഷന് 5000 രൂപ. എനിക്ക് ചികിത്സാ കാർഡില്ലാത്തതുകൊണ്ട് 75,000 രൂപ ആവും. 75,000 രൂപ എനിക്ക് പിന്നെ ചികിത്സാ കാർഡ് ഇല്ലാത്തതുകൊണ്ട് 15 റേഡിയേഷന് ഞാൻ അടയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ എനിക്ക് വേണ്ടി പിന്നെ ചെറിയൊരു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി ഞങ്ങൾ റെഡിയാക്കണം. അത് ഞങ്ങൾ ഇതുപോലെ ആരുടെയും മുമ്പിൽ കൈനീട്ടിയല്ല ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ഒന്നിയിൽ പലിശയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ ഡെയിലി അടച്ചു പോകുന്ന രീതിക്ക്. അതായത് 50,000 രൂപ എടുത്താൽ ഡെയിലി 1000 രൂപ അടച്ചു പോകുന്ന രീതിക്ക് ആരെങ്കിലും റോളായിട്ട് എടുക്കണം. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോകണം. ഞങ്ങൾ ആരുടെ മുമ്പിൽ എനിക്കും വേണമെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞു വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ പറഞ്ഞാൽ എനിക്ക് സഹായങ്ങൾ കിട്ടും. എന്തിനാണ് അങ്ങനെ സഹായം മേടിക്കുന്നത്? അവരും അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ്. അതിൽ ചെന്ന് നമ്മളും കൂടെ പിടുങ്ങേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും കൊള്ളാം. ഇത്രയും രൂപയൊന്നും അവിടെ ആവത്തില്ല. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എന്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ ഓരോ മരുന്നിനും വാങ്ങിയ ബില്ല് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ട് തരാം. ഇതിൽ ഞാൻ ഇട്ടിരുന്ന 21 ഐറ്റം മരുന്നാണ് നമുക്ക് ഒരു ബോട്ടിൽ മിക്സ് ചെയ്യുന്നത്. അങ്ങനെ 3 ബോട്ടിൽ മരുന്ന് ഉണ്ടാവും. അതിൽ റെഡ് കളർ ഒരു മെഡിസിൻ ഉണ്ട്, കീമോയുടെ മരുന്ന് റെഡ് കളർ. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതാണ് നമ്മുടെ ബോഡിയെ ഫുള്ള് നമ്മളെ അങ്ങ് കിടത്തിക്കളയുന്ന ഒരു സാധനമാണ് ഈ റെഡ് കളറിൽ. അതിലാണ് 21 ഐറ്റം മരുന്ന് മിക്സ് ചെയ്താണ്. ഈ മരുന്നുകൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോലും എത്ര ടൈം എടുക്കുമെന്ന് അറിയാമോ? 1 മണിക്കൂറിന് പുറത്താണ് നമുക്ക് ഈ മരുന്നുകളെല്ലാം മിക്സ് ചെയ്ത് എടുക്കുന്ന സമയം. ഈ മരുന്നെല്ലാം കൂടി ഈ മെഡിസിൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കേണ്ട സമയം 1 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് അതിൽ 3-4 ഐറ്റം. അതായത് അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പുറത്തുനിന്ന് വാങ്ങണ്ട. അവിടെ ഇല്ലാത്ത മെഡിസിൻ ആണെങ്കിൽ അവർ പിന്നെ പറയും ഇന്ന മെഡിസിൻ ഇവിടെ ഇല്ല, അത് പുറത്തുനിന്ന് വാങ്ങണമെന്ന്. എനിക്ക് ഫസ്റ്റ് കീമോക്ക് പുറത്തുനിന്ന് 500 രൂപയുടെ മരുന്നേ വാങ്ങിയുള്ളൂ. ഏതോ 1 ഐറ്റോ 2 ഐറ്റോ മരുന്നേ മെഡിക്കൽ കോളേജിനകത്ത് ഇല്ലാതുള്ളായിരുന്നു. അത് 500 രൂപയായി 2 ഐറ്റം മരുന്ന് വാങ്ങിയപ്പോഴത്തേക്ക്. പിന്നെ രണ്ടാമത് പോയപ്പോഴത്തേക്കും രണ്ടാമത്തെ കീമോയ്ക്കും 500 രൂപ എനിക്ക് കീമോയുടെ മെഡിസിൻ ആയിട്ട് വാങ്ങിക്കേണ്ടി വന്നോളൂ. 500 രൂപയുടെ മരുന്ന്. ബാക്കിയെല്ലാം മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്കും 4000 രൂപയായി എനിക്ക് കീമോക്ക് പുറത്തുനിന്ന് എടുക്കേണ്ട മരുന്ന്. 4000 രൂപയുടെ മരുന്ന് എടുക്കണമായിരുന്നു. ബാക്കിയെല്ലാം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ 4000 രൂപയുടെ മരുന്ന് എടുത്താൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് 4ാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്കും 2800 രൂപയുടെ മരുന്ന് പുറത്തുനിന്ന് എടുക്കണമായിരുന്നു ഹോസ്പിറ്റലിൽ. ബാക്കി എല്ലാ മരുന്നും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. 5ാമത്തെ കീമോക്ക് പോയപ്പോഴത്തേക്കും 1800 രൂപയുടെ മരുന്ന് എടുക്കണമായിരുന്നു. അത് പിന്നെ മെഡിസിൻ മാത്രമല്ല, ഈ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള ക്യാനുല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാം കൂടെ മെഡിസിനും മരുന്നും കൂടി 1800. ബാക്കിയെല്ലാം ഹോസ്പിറ്റലിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാം ഫ്രീ ആണ്. പിന്നെ അകത്തില്ലാത്തത് മാത്രം 1-2 ഐറ്റം ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. 8000 രൂപയുടെ മരുന്നൊന്നും എനിക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോപ്സിക്ക് അകത്ത് ചെയ്യുന്നതിന് നമുക്ക് പിന്നെ പൈസ ആകത്തില്ല. പുറത്ത് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ടെസ്റ്റ് അനുസരിച്ച് പൈസ ആവും. അതുപോലെ അകത്ത് ചെയ്യുന്ന സ്കാനിങ്, മെഡിക്കൽ കോളേജിന് അകത്ത് ചെയ്യുന്ന സ്കാനിങ്ങിന് എനിക്ക് CT സ്കാനിങ്ങിന് 5000 രൂപ, പെറ്റ് സ്കാനിങ്ങിന് 5500 രൂപ. ഈ 2 സ്കാനിങ് ആണ് എനിക്ക് ടോട്ടൽ കഴിഞ്ഞത്. പിന്നെയുള്ള ബാക്കിയുള്ള ഈ അസുഖം പിന്നെ ഇതാണ് എന്ന് ഉറപ്പിക്കാനുള്ള സ്കാനിങ് എനിക്ക് പുറത്തുനിന്നായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ സിറ്റിയിൽ തന്നെ ഡോക്ടർ റൂമിൽ പ്രൈവറ്റ് ആയിട്ടാണ് പോയി കണ്ടത്. അപ്പം ഡോക്ടർ അവിടെ നിന്ന് തന്നെ എനിക്ക് എന്താണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി 1-2 ടെസ്റ്റ് ഒക്കെ എഴുതി തന്ന, സ്കാനിങ്ങിനും ബയോപ്സിക്കും ഒക്കെ എഴുതി തന്നപ്പോൾ ഞാൻ അത് പുറത്തുനിന്നാണ് ചെയ്തത്. അപ്പൊ അന്ന് എനിക്ക് ഒരു ബയോപ്സിക്ക് 5000 രൂപയായി, സ്കാനിങ്ങിന് 1200 രൂപയായി. പുറത്ത് ചെയ്യുന്നെങ്കിൽ പൈസ ആവും. പക്ഷെ മെഡിസിന്, കീമോയുടെ മെഡിസിന് പൈസ മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 8000 രൂപയുടെ മരുന്ന് പോലും വാങ്ങണ്ട. RCCയിലും അതുപോലെ തന്നെ, തിരുവനന്തപുരത്ത് RCCയിലും അങ്ങനെ തന്നെ. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ആയതെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് കാർഡും എനിക്കില്ല. റേഷൻ കാർഡിന്റെ ഇതിലാവട്ടെ അല്ലാതെ ആവട്ടെ. പിന്നെ എനിക്ക് റേഷൻ കാർഡ് ഇല്ല. റേഷൻ കാർഡൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ അവിടെയാണ്. അതുകൊണ്ട് എനിക്ക് റേഷൻ കാർഡ് തന്നെ ഇല്ലായിരുന്നു. ഉള്ള റേഷൻ കാർഡാണെങ്കിൽ APLലും കൂടെയാണ്. എന്നിട്ട് പോലും എനിക്ക് ഇത്ര പൈസയേ ആയിട്ടുള്ളൂ. പിന്നെ എനിക്ക് പ്രൈവറ്റിൽ ഞാൻ സർജറിക്ക് പോയപ്പോൾ ആ ബില്ലുകളും ഞാൻ ഇട്ടുതരാം. എനിക്ക് അവിടെ എത്ര രൂപ ചെലവായി ടോട്ടൽ. എനിക്ക് സർജറിയും ഈ 10 ദിവസം ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. 10 ദിവസം ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അപ്പൊ ഈ സർജറിക്കും പെഞ്ഞാറമൂട് ഗോകുലം ഹോസ്പിറ്റലായിരുന്നു എന്റെ സർജറി. ഈ 10 ദിവസത്തെ മെഡിസിനും എല്ലാം കൂടി എനിക്ക് 1,20,000 രൂപ അവിടെ പേയ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 1,20,000 രൂപ പേയ്മെന്റ് ചെയ്തു. ഞങ്ങൾ 10 ദിവസം കിടന്ന് ഡിസ്ചാർജ് ആയി ഇറങ്ങിയപ്പോൾ 14,000 സംതിങ് രൂപ തിരിച്ചു തരികയും ചെയ്തു. കാരണം മെഡിസിനൊക്കെ ബാലൻസ് ഉള്ളത് അവരെടുത്തിട്ട്. പിന്നെ എനിക്ക് മെഡിക്കൽ കോളേജിൽ കൂടുതൽ പൈസ ആയതെന്ന് പറഞ്ഞാൽ, എനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം പിന്നെ മെഡിക്കൽ കോളേജ് പത്തോളജിയിൽ കൊടുത്തിരുന്നത്, അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും മെഡിക്കൽ കോളേജ് പത്തോളജിയിൽ നിന്ന് ഈ സ്ലൈഡ് വാങ്ങി പുറത്ത് ലാബിൽ കൊടുത്ത്
ER അങ്ങനെയൊക്കെയുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റും കൂടെ ചെയ്താലേ നമുക്ക് ട്രീറ്റ്മെന്റ് എന്തൊക്കെ വേണമെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ ട്രീറ്റ്മെന്റിന് മാത്രം. ഈ ഓഡിയോയുടെ മുഴുവൻ ഭാഗങ്ങൾ പല യൂട്യൂബേഴ്സും ഇട്ടിട്ടുണ്ടാകും. നിങ്ങൾ അവരുടെ ചാനലിൽ പോയി കേട്ടാൽ മതി. ഈ ഓഡിയോയെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. ഇത് ഇവരുടെ മാത്രം അനുഭവമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ പല തരത്തിലുമുണ്ട്. അതിൽ പല ഗ്രേഡുകളുമുണ്ട്. അത് ഒരാൾക്ക് വന്നതുപോലെയായിരിക്കില്ല മറ്റൊരാൾക്ക് വരുന്നതും. അതുകൊണ്ട് തന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. ഒരുപക്ഷെ അവർക്ക് നൽകുന്ന അതേ മെഡിസിൻ ആയിരിക്കില്ല രേണുവിന് നൽകുന്നത്. രേണുവിൻ്റെ ഒരു അവസ്ഥ നോക്കിക്കേ. ഈ സമയത്ത് ഇതെല്ലാം പ്രൂഫോട് കൂടി കാണിക്കേണ്ടി വന്നു. രേണുവിന് ക്യാൻസർ ഉണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ദയവ് ചെയ്ത് മറ്റുള്ള യൂട്യൂബേഴ്സിനോട് അതുമാത്രം ചികഞ്ഞെടുത്ത് അതിൻ്റെ പിന്നാലെ പോകേണ്ട. അവർ അസുഖത്തിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഓഡിയോ കേൾക്കുവാൻ ഇടയായി. ഒന്നാമത്തെ കീമോ ചെയ്യുമ്പോൾ മുടിയൊന്നും കൊഴിയില്ല എന്നൊക്കെ. അതെല്ലാം ശുദ്ധ മണ്ടത്തരമാണ്. എല്ലാവരുടെയും ശരീരപ്രകൃതി ഒരുപോലെ ആയിരിക്കില്ല. ചില ആളുകൾക്ക് ഫസ്റ്റ് കീമോ ചെയ്യുമ്പോൾ തന്നെ നന്നായി മുടി കൊഴിയും. രണ്ടാമത്തെ കീമോ ഒക്കെ ആവുമ്പോഴേക്ക് വീണ്ടും കൊഴിഞ്ഞു തുടങ്ങും. പക്ഷെ ചില ആളുകൾക്ക് ഒട്ടും മുടി പോകില്ല. കീമോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുടിയൊന്നും പോകില്ല. മുടി പോകാത്ത എത്രയോ ആളുകളുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ആലോലം കാറ്റേ നീ പുൽകിയതുണ്ടോ ആ സ്വർഗവൃന്ദാവനിയെ സ്വപ്നം ചിലപ്പോൾ ഫലിക്കുമല്ലോ അന്നൻ ചിത്രത്തിൽ ജീവൻ തുടിക്കുമല്ലോ. ഇടയ്ക്ക് കീമോ ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്ക് സാറിന് കീമോ എന്ന് പറയുമ്പോഴത്തേക്ക് കീമോ മുടിയൊക്കെ അങ്ങ് പോവും. എൻ്റെ മുടിക്ക് പോകാൻ മനസ്സില്ല. ഞാനങ്ങനെ എനിക്ക് പറിച്ചു കളയാൻ പറ്റുമോ? കാരണം എൻ്റെ മനസ്സിൻ്റെ സ്ട്രെങ്ത് കൊണ്ട് എൻ്റെ മുടി പോകുന്നില്ല. അത് എല്ലാവരും പറയുന്നത് എൻ്റെ മുടി എന്താ പോകാത്തെ? ചേട്ടാ എൻ്റെ മുടി പോകാത്തിന് ഞാനെന്ത് ചെയ്യാനാ? ഇത് കണ്ടില്ലേ? നമ്മുടെ ചുറ്റിലും ഇതുപോലെയും ആളുകളുണ്ട്. ക്യാൻസർ എന്ന അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ പല ആളുകൾക്കും പല രീതിയിലാണ് എഫക്റ്റ് ആകുന്നത്. ചില ആളുകൾ അത് മനോധൈര്യം കൊണ്ട് പെട്ടെന്ന് തന്നെ റിക്കവറായി വരും. എന്നാൽ ചില ആളുകൾക്ക് കുറേ സമയം വേണ്ടി വരും. രേണുവിനെ പൂർണ്ണമായി ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയല്ല. പക്ഷേ അവരുടെ അസുഖത്തെ ഞാൻ വിമർശിക്കാൻ നിൽക്കുന്നില്ല. ഇത്രയും വലിയൊരു അസുഖം ഒരു നാടകമായി കളിക്കേണ്ട കാര്യമൊന്നും രേണുവിനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ക്യാൻസറിന് പുറത്തുനിന്ന് മരുന്ന് എഴുതിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തുക തന്നെയാകുമെന്നുള്ളത് ഉറപ്പാണ്. രേണുവിൻ്റെ വീഡിയോയിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കീമോയുടെ മെഡിസിൻ്റെ കൂടെ വാങ്ങിക്കുവാനുള്ള മറ്റൊരു മെഡിസിന് 2 ലക്ഷം രൂപയാണെന്ന്. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് അവർ കിച്ചുവിനോട് കാണിക്കുന്ന കാര്യങ്ങളും മറ്റ് എന്തെങ്കിലും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. അവരുടെ അസുഖത്തെക്കുറിച്ച് വിടുന്നതല്ലേ നല്ലത്. പിന്നെ ചില ആളുകൾ കീമോ ചെയ്തു കഴിഞ്ഞാൽ വളരെ അവശ്യമായ നിലയിലായിരിക്കും കാണപ്പെടുക. എന്നാൽ ചില ആളുകൾക്ക് അത് അത്രയ്ക്കൊന്നും കുഴപ്പമുണ്ടാവാറുമില്ല. അതെല്ലാം ഓരോരുത്തരുടെ ശരീരപ്രകൃതം പോലെയിരിക്കും. തടിച്ച ആളുകൾ ആരോഗ്യമുള്ളവരും മെലിഞ്ഞ ആളുകൾ ആരോഗ്യമില്ലാത്തവരും എന്നൊന്നുമില്ലല്ലോ. തടിച്ച ആളുകളിൽ തന്നെ എത്ര ആളുകൾക്കാണ് ഒരുപാട് അസുഖങ്ങളുള്ളത്. അതുപോലെ മെലിഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആളുകൾ ആരോഗ്യവതിയായി നിൽക്കുന്നതും നമ്മൾ കാണാറില്ലേ. ഇതെല്ലാം ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഹെൽത്ത് പോലെയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാളുടെ അസുഖം മറ്റൊരാളുടെ അസുഖവുമായി നമുക്കൊരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കുള്ള അതേ വേദനയായിരിക്കില്ല ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും കുറവായിരിക്കാം, ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും കൂടുതലായിരിക്കാം. അതാണിപ്പോൾ രേണുവിൻ്റെ ഈ കാര്യത്തിലും. കീമോ ചെയ്തപ്പോൾ ഫസ്റ്റ് കീമോയിൽ തന്നെ അവർക്ക് മുടികൊഴിച്ചിൽ തുടങ്ങി. മറ്റു ചില ആളുകൾക്ക് 2 3 കീമോയ്ക്ക് ശേഷമായിരിക്കും മുടികൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ആളുകൾക്കോ മുടി കൊഴിയാതെയും വരാം. അതുപോലെ തന്നെയാണ് കീമോ ചെയ്തതിന് ശേഷമുള്ള വോമിറ്റിങ്ങും ലൂസ് മോഷനുമെല്ലാം. ചില ആളുകൾക്ക് അന്നേ ദിവസം തന്നെ അത് കാണിക്കും. ചില ആളുകൾക്ക് 2ാമത്തെ ദിവസം മുതലായിരിക്കും അതുണ്ടാകുക. ഇതെല്ലാം ഡിപ്പെൻഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെ കാര്യത്തിലും ഇത് കമ്പയർ ചെയ്ത് സംസാരിക്കാനാവില്ല. എനിവേ ഞാൻ അറിഞ്ഞിടത്തോളം രേണുവിൻ്റെ കാര്യം കുറച്ച് സീരിയസ് ആണ്. എത്രയും പെട്ടെന്ന് അവർ സുഖം പ്രാപിച്ച് വരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.